നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരന്റെ മരണം കൊന്നത് അച്ഛൻ. ഇഹാനെ അച്ഛൻ ഷിജിലിൻ കൊലപ്പെടുത്തിയത് കുഞ്ഞു കരഞ്ഞപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യത്തിലാണെന്ന് പോലീസ് വെളിപ്പെടുത്തി. ഇന്നലെ അറസ്റ്റിലായ കാഞ്ഞിരംകുളം സ്വദേശി ഷിജിലിന്റെ മൊഴിയിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. കുഞ്ഞു നിരന്തരമായി പീഡനം നേരിടാറുണ്ടെന്ന് അമ്മയുടെ മൊഴി. കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് ഇടിച്ചതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. കുട്ടിയുടെ അച്ഛനെതിരെ കൊലക്കുറ്റം ചുമത്തി. പാലക്കാട് മണ്ണാർക്കാട് വൻ തീപിടുത്തം. കാഞ്ഞിരപ്പുഴ മങ്കടമലയിൽ തീ പടർന്നു. സൈലന്റ് വാലിയോട് ചേർന്ന മലമുകളിൽ തീ പിടിച്ചത് ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ്. മലയ്ക്ക് മുകളിലേക്ക് തീ ആളിപ്പടർന്നു. മലയുടെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരാണ് ആദ്യം തീ പടർന്ന് പിടിക്കുന്നത് കാണുന്നത്. ശേഷം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. താഴെ നിന്ന് തീ അണച്ചു വരാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. സൈലന്റ് വാലിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ നിരവധി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ കൂടി തീ പടർന്നു പിടിക്കുന്നത് ബാധിച്ചു. ഏകദേശം 10 ഏക്കറിലധികം വനമേഖല കത്തി നശിച്ചു. തീ നിലവിൽ നിയന്ത്രണ വിധേയമായി. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ എതിർദിശയിൽ വന്നിടിച്ച കാറിന്റെ ഡ്രൈവർക്കെതിരെ കോന്നി പോലീസ് കേസെടുത്തു. അലക്ഷ്യവും അശ്രദ്ധവുമായി വാഹനം ഓടിച്ചതിനാണ് കേസ്. ഇടിയുടെ ആഘാതത്തിൽ കാർ തലകീഴായി മറിഞ്ഞു. കോന്നി മാമൂട് ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, ഗൺമാൻ മനോജ്, ഡ്രൈവർ കുഞ്ഞുമോൻ എന്നിവർ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഗുരുതരമായി പരിക്കുകളില്ലെന്നാണ് വിവരം. അതേസമയം ഇടിച്ച കാറിൽ ഉണ്ടായിരുന്ന കൊല്ലം രണ്ടാംകുറ്റി സ്വദേശി നിയാസും കുടുംബവും ചികിത്സയിൽ തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ ഔദ്യോഗികമായി തുടങ്ങി. വൈകിട്ട് 4 മണിക്ക് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരുന്നു. തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കുക. 2020 നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകും. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുക. മികച്ചതെന്ന് സൂര്യകുമാർ, മിന്നലടിയുമായി കിഷൻ. ന്യൂസിലാൻഡിന് 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ന്യൂസിലാൻഡിനെതിരായ 2ാം T20യിൽ ഇന്ത്യക്ക് ജയം. 7 വിക്കറ്റിനാണ് കിവീസിനെ തോൽപ്പിച്ചത്. 209 റൺസ് വിജയലക്ഷ്യം 28 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. പുറത്താകാനാകാതെ 82 റൺസ് നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് വിജയശില്പി. 76 റൺസ് എടുത്ത ഇഷാൻ കിഷന്റെ ഇന്നിംഗ്സും ജയത്തിൽ നിർണായകമായി. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലായി. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.